വിലയില്ലാത്ത സ്നേഹത്തിന്റെ കഥയാണ് ഇനി പറയാനുള്ളത്. വീട്ടിൽ ജോലിക്ക് വന്ന വ്യക്തിയെ വർഷങ്ങളോളം പരിചരിച്ച ഷംസുദ്ദീന്റെയും കുടുംബത്തിന്റെയും കഥ. ഷംസുദ്ദീനും കുടുംബവും ചേട്ടായി എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന മുരളി കഴിഞ്ഞ ദിവസം മരിച്ചു. മുരളിയുടെ ആഗ്രഹപ്രകാരം തന്നെ മരണാനന്തര ചടങ്ങുകളും നടത്തി. 33 വർഷം മുൻപാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ മുരളി റബ്ബർ ടാപ്പിംഗ് ജോലിക്കായി വണ്ടൂരിലെ ഷംസുദ്ദീന്റെ വീട്ടിലെത്തിയത്. 9 വർഷം ടാപ്പിംഗ് തൊഴിൽ ചെയ്തു. ഒരു കൈ തളർന്നതോടെ ജോലി ചെയ്യാൻ കഴിയാതെയായി. ആരോഗ്യമുള്ള കാലത്ത് തങ്ങൾക്ക് സേവനം ചെയ്ത മുരളിച്ചേട്ടായിയെ ഷംസുദ്ദീനും കുടുംബവും ചേർത്ത് നിർത്തി. 24 വർഷമായി ജോലിയൊന്നുമില്ലെങ്കിലും ഷംസുദ്ദീന്റെ വീട്ടിനകത്ത് കുടുംബാംഗമായി മുരളി ഉണ്ടായിരുന്നു. ഞങ്ങള് എല്ലാ ആഗ്രഹങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നും ഞങ്ങൾക്ക് ബാക്കിയില്ല. ഹോസ്പിറ്റലിലും എല്ലാ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പരിഷ്ടപ്രകാരമാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. മരണപ്പെട്ടിട്ട് എല്ലാം അയാളെ ആഗ്രഹപ്രകാരം തന്നെ എല്ലാ ചടങ്ങുകളൊക്കെ നടത്തുകയും കഴിഞ്ഞു. ഷംസുദ്ദീന്റെ ഭാര്യ നസീമയ്ക്ക് സ്വന്തം ഉപ്പയെ പോലെയായിരുന്നു മുരളിച്ചേട്ടായി. അതിനാൽ തന്നെ മികച്ച ചികിത്സ നൽകി. പരിപൂർണമായി കിടപ്പിലായ സമയത്തും എല്ലാം ചെയ്തു നൽകിയതും ഷംസുദ്ദീനും നസീമയുമാണ്. മുരളിച്ചേട്ടനെ വൃദ്ധസദനത്തിലാക്കാമെന്ന് സ്നേഹത്തോടെ ഉപദേശിച്ചവരോടെല്ലാം നസീമ കലഹിച്ചു. പല ആളുകളും നാട്ടുകാരും മറ്റുള്ള ആളുകളൊക്കെ ഈ സ്നേഹതീരം അതുപോലെ വൃദ്ധസദനങ്ങൾ ഇവിടെയൊക്കെ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞപ്പോഴും നമ്മളെ മാനാക്കാരൻ്റെ നസീമ താത്ത എന്ന ഒരു സമയത്ത് കരയാണ് ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും കൊണ്ടാക്കുന്നവർക്ക് ആലോചിക്കാനും പറ്റില്ല. ചെറിയ അവരെ സ്വന്തം പിതാവിനെ നോക്കുന്നതിനേക്കാൾ എന്ന് പറയാം ആ രൂപത്തിലൊക്കെ പരിചരിച്ച് 85-ാം വയസ്സിൽ തങ്ങളുടെ പ്രിയ ചേട്ടായി യാത്രയായപ്പോൾ ഹൈന്ദവ മതാചാരപ്രകാരം പോരൂരിലെ പുത്രക്കോവ് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. മീഡിയ 1 മലപ്പുറം.